ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSCB ആൻഡ് PSC മാസ്റ്റർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ലേറ്റസ്റ്റ് ബാങ്കിങ് സെക്ടറിലെ ക്വസ്റ്റ്യൻസുമായിട്ട് ഇന്നലെ ഒരു പാർട്ട് ചെയ്തിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഓഫ് ഇന്ത്യ ബൈ അസറ്റ്സ് ആസ് ഓഫ് 2022? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, HDFC ബാങ്ക്. ഇന്ത്യയിലെ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കറക്റ്റ് ആൻസർ HDFC ബാങ്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോയിസൺ പിൽ വിച്ച് വാസ് സീൻ ഇൻ ദ ന്യൂസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഫീൽഡ്? പോയിസൺ പില്ല് എന്നുള്ള വാക്ക് ന്യൂസിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അത് ഏത് ഫീൽഡുമായി ബന്ധപ്പെട്ട പദമാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അക്വിസിഷൻ ഓഫ് കമ്പനി. അക്വിസിഷൻ ഓഫ് കമ്പനിയുമായി ബന്ധപ്പെട്ട പദമാണ് പോയിസൺ പില്ല്. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷോർട്ട് ടൈം റൈറ്റിന് പറയുന്ന പേരാണ് പോയിസൺ പില്ല്. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ച് ഫുഡ് സേഫ്റ്റി അതുപോലെ വൈറോളജി ഇതൊക്കെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മൾ അതൊക്കെ കുത്താൻ സാധ്യതയുണ്ട്. പക്ഷെ അത് അക്വിസിഷൻ ഓഫ് കമ്പനിയുമായി ബന്ധപ്പെട്ട പദമാണ് പോയിസൺ പില്ല്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്ലോബൽ പേയ്മെന്റ്സ് കമ്പനി ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ വേൾഡ്സ് ഫസ്റ്റ് ക്രിപ്റ്റോ ബാക്ക്ഡ് പേയ്മെന്റ് കാർഡ്? ക്രിപ്റ്റോ ബാക്ക്ഡ് പേയ്മെന്റ് കാർഡുമായി ബന്ധപ്പെട്ട ഗ്ലോബൽ പേയ്മെന്റ് കമ്പനി ഏതാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മാസ്റ്റർ കാർഡ്. ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ ബാക്ക്ഡ് പേയ്മെന്റ് കാർഡ് പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയാണ് മാസ്റ്റർ കാർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ ഹെഡ് ഓഫ് ദി സെബീസ് കമ്മിറ്റി ഓൺ എൻവയോൺമെന്റ്, സോഷ്യൽ ആൻഡ് ഗവേണൻസ് റിലേറ്റഡ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു സെക്യൂരിറ്റീസ് മാർക്കറ്റ്സ്? സെക്യൂരിറ്റീസ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഈ ഒരു കമ്മിറ്റിയുടെ ഹെഡ് ആരാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നവനീത് മുനോട്ട് ആണ് ഈ സെബിയുടെ ഈ കമ്മിറ്റിയുടെ ഹെഡ്. സെബീസ് കമ്മിറ്റി ഓൺ എൻവയോൺമെന്റൽ, സോഷ്യൽ ആൻഡ് ഗവേണൻസ് റിലേറ്റഡ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു സെക്യൂരിറ്റീസ് മാർക്കറ്റ്സ്, ESG എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹെഡാണ് നവനീത് മുനോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫുഡ് ഡെലിവറി കമ്പനി ഹാസ് അക്വയർഡ് റെസ്റ്റോറൻറ്റ് ടെക് ആൻഡ് ഡൈനിങ് ഔട്ട് പ്ലാറ്റ്ഫോം ഡൈനട്ട്? ഡൈനട്ട് എന്നുള്ള ഈ ഒരു കമ്പനിയെ അക്വയർ ചെയ്ത പ്രശസ്തമായ ഫുഡ് കമ്പനി? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്വിഗ്ഗി. സ്വിഗ്ഗി എന്ന് പറഞ്ഞ കമ്പനിയാണ് ഡൈനട്ട് എന്നുള്ള കമ്പനിയെ അക്വയർ ചെയ്തത്. റീസെന്റ് അക്വിസിഷൻ ആണ്, അപ്പോൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ന്യൂ ഫെസിലിറ്റി ഹാസ് ബീൻ റോൾഡ് ഔട്ട് ഫോർ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സ്? പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ സൗകര്യം? അത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നെഫ്റ്റ് RTGS. നെഫ്റ്റ് RTGS സംവിധാനങ്ങളാണ് പുതിയതായിട്ട് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫെസിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഈസ് കറന്റ്ലി ഇന്ത്യസ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ? ഇന്ത്യയുടെ നിലവിലുള്ള ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണർ ആയിട്ടുള്ള രാജ്യം ഏതാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയാണ് ഇന്ത്യയുടെ നിലവിലുള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് പാർട്ണർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കമ്പനി ടുക്ക് ഓവർ ഫോർഡ്സ് പാസഞ്ചർ വെഹിക്കിൾ മാനുഫാക്ചറിംഗ് പ്ലാന്റ് അറ്റ് സാനന്ദ് ഇൻ ഗുജറാത്ത്? ഫോർഡിന്റെ പാസഞ്ചർ വെഹിക്കിൾ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഏറ്റെടുത്ത കമ്പനി ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സ് ആണ് ഫോർഡിന്റെ ഗുജറാത്തിലെ സാനന്ദിലുള്ള പാസഞ്ചർ വെഹിക്കിൾ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഏറ്റെടുത്തത്. ഫോർഡ് കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ പ്രവർത്തനം നിർത്തി പോയ കമ്പനിയാണ് ഫോർഡ്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഫോർഡ് ആണ് ഇന്ത്യയിൽ നിലവിൽ പ്രവർത്തനം നിർത്തി പോയ കമ്പനി. ആ കമ്പനിയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഏറ്റെടുത്ത കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മന്ത് ഓഫ് 2022 ഡിഡ് ദ GST revenues cross the rupees 1.40 lakh crore mark for the first time since inception? ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ആദ്യമായിട്ട് 1.4 ലക്ഷം കോടി മാർക്ക് കടന്ന മാസം ഏതാണ്? അതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മാർച്ച് 2022 GST റവന്യൂ ആദ്യമായിട്ട് 1.4 ലക്ഷം കോടി എന്നുള്ള മാർക്ക് ആദ്യമായിട്ട് കടന്നത്. GST റവന്യൂ മാർച്ച് 2022. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇന്ത്യൻ പബ്ലിക് സെക്ടർ ബാങ്ക് ഹാസ് ലോഞ്ച്ഡ് ദ വാട്സാപ്പ് ബാങ്കിങ് സർവീസ്? വാട്സാപ്പ് ബാങ്കിങ് സർവീസ് ആരംഭിച്ച പബ്ലിക് സെക്ടർ ബാങ്ക് ഏതാണ്?
ഇത് റീസെൻ്റ് ആയിട്ട് ആരംഭിച്ച ഒരു സംവിധാനമാണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇത്തരത്തിൽ വാട്സാപ്പ് ബാങ്കിങ് സർവീസ് ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 10 ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാം തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.